നമസ്കാരം. കോൺഗ്രസ്സിലായിരുന്നപ്പോൾ താൻ ചന്ദനക്കുറി തൊടാൻ ഭയപ്പെട്ടിരുന്നുവെന്ന് പത്മജ വേണുഗോപാലിൻ്റെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു കേട്ടോ, ഒരു പ്രസ്താവന. അതിനിപ്പോൾ മറുപടിയുമായിട്ട് കോൺഗ്രസിൻ്റെ പുതിയ മുഖം, മാത്രമല്ല MLA ആയിട്ടുള്ള ഷാഫി പറമ്പിൽ രംഗത്ത് വന്നു കഴിഞ്ഞു. കാരണം അദ്ദേഹം പറഞ്ഞ ശരിയാണ്, എല്ലാ മാസവും 1-ാം തീയതി ഗുരുവായൂരിൽ പോയി തൊഴുതിരുന്ന ഒരേ ഒരു ഭക്തൻ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭക്തന്മാരിൽ ഒരാൾ കെ കരുണാകരൻ. ആ കെ കരുണാകരൻ്റെ മകൾ ഇത്തരത്തിൽ പ്രതികരിക്കാൻ പാടില്ലായിരുന്നുവെന്ന് ഷാഫി പറമ്പിൽ പറയുന്നു. തൻ്റെ പിതാവിൻ്റെ പാരമ്പര്യത്തോട് ഇത്ര വലിയ ഒരു വഞ്ചന പത്മജ വേണുഗോപാൽ കാണിക്കാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് ഷാഫി പറമ്പിൽ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. കോൺഗ്രസ്സുകാരും ചന്ദനക്കുറി ഇടാറില്ലേ? രമ്യ ഹരിദാസ് ഈ നാട്ടിൽ ചന്ദനക്കുറി ഇട്ട് നടക്കുന്നത് നിങ്ങളാരും കണ്ടിട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. രമ്യ കോൺഗ്രസ്സുകാരിയല്ലേ? കോൺഗ്രസിനെ കുറിച്ചൊക്കെ ഇത്ര വില കുറച്ച് സംസാരിക്കരുത് എന്നുകൂടി പറയട്ടെ. പത്മജ വേണുഗോപാൽ വേറെ പാർട്ടിയിൽ പോകുന്നെങ്കിൽ പോകട്ടെ, അതിൽ കുഴപ്പമില്ല. സുരേഷ് ഗോപിക്ക് കിട്ടിയതോ കിട്ടാത്തതോ ആയിട്ടുള്ള എന്തു വേണമെങ്കിലും, അല്ലെങ്കിൽ അത് പദവിയാണെങ്കിൽ പദവി അടക്കം അവർ വാങ്ങിച്ചോട്ടെ. പക്ഷേ ഇത്രയും കാലം സ്വന്തം അച്ഛൻ ജയിലിൽ കിടക്കുമ്പോൾ പച്ചിലകളും കായും കൊടുത്ത് നിറം കൊടുത്ത ഈ മൂവർണ്ണത്തിന് ഇങ്ങനൊരു വൃത്തികേട് അവർ പറയാൻ പാടില്ലായിരുന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഷാഫി പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. നമുക്കറിയാം, എല്ലാ മാസവും 1-ാം തീയതി ഗുരുവായൂരിൽ പോയി കണ്ണനെ കണ്ട് തൊഴുത് കണ്ണു നിറഞ്ഞു നിൽക്കുന്ന കെ കരുണാകരൻ്റെ മകൾ ഒരിക്കലും ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നുള്ളൊരു സത്യമല്ലേ? വേറെന്ത് വേണമെങ്കിലും അവർ പറഞ്ഞോട്ടെ. കെ കരുണാകരൻ്റെ ലെഗസിയോട് ഇത്രയും വലിയൊരു ആത്മവഞ്ചന നടത്തുവാൻ അവർ പാടില്ലായിരുന്നു എന്ന് കൂടി പറയേണ്ടിയിരിക്കുമോ? അവർ പറയേണ്ടത് എന്താണ്? എനിക്കെന്തെങ്കിലും ആകണം, അല്ലെങ്കിൽ MPയോ ബോർഡ് അംഗമോ കോർപ്പറേഷൻ ചെയർമാനോ അത്തരത്തിലുള്ള സ്ഥാനമാനങ്ങൾ, അല്ലെങ്കിൽ ഡയറക്ടറോ ഉപാധ്യക്ഷയോ എന്തെങ്കിലുമൊക്കെ എനിക്കാകണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അവരെ പറഞ്ഞു വിടും. പൊയ്ക്കോ ചേച്ചി എന്ന് പറയപ്പെടുന്ന തരത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് ഷാഫി പറയുകയാണ്. ചെന്നോളൂ, എന്താണെന്ന് വെച്ചാൽ ആയിക്കോളൂ. പക്ഷേ പ്രത്യയശാസ്ത്രപരമായി കോൺഗ്രസിനെ ചോദ്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, അങ്ങനെ ചെയ്യരുത് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ചില വിശ്വാസങ്ങളുണ്ടല്ലോ, ചില വിശ്വാസങ്ങൾ മാത്രം അരോചകമാകുന്ന രീതിയിലുള്ള ആ നെറേറ്റീവ് ഉരുത്തിരിഞ്ഞു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പലപ്പോഴും പേടിച്ച് ചന്ദനക്കുറി തൊടാറില്ല എന്ന് പറയപ്പെടുന്ന ഒരു രീതി, എനിക്ക് ചന്ദനക്കുറി തൊടാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് എന്നുള്ളൊരു പറച്ചിൽ, പക്ഷെ അത് തൊട്ടാലുടൻ അവർ എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ തുറിച്ചു നോക്കുമെന്ന് പറയപ്പെടുന്നത് കൊണ്ട്, അതുകൊണ്ട് ഞാനത് തൊട്ട് കഴിഞ്ഞാൽ വേഗം തന്നെ ഉള്ളിൽ പോയിട്ട് അത് തുടച്ചു കളയുകയാണ് പതിവ്, അല്ലെങ്കിൽ പുറത്തേക്ക് വരുമ്പോൾ അത് മാറ്റുകയാണ് പതിവ് എന്നായിരുന്നു പത്മജ വേണുഗോപാൽ പറഞ്ഞത്. BJPയിൽ ചേർന്നതോടുകൂടി എനിക്കിപ്പോൾ അതിന് വലിയ ധൈര്യമായി കഴിഞ്ഞു, ചന്ദനക്കുറി അണിയാമല്ലോ, ചന്ദനക്കുറി തൊടാമല്ലോ എന്ന് പറയപ്പെടുന്ന പത്മജ. ഷാഫി ഇത്രയൊക്കെ പറയുമ്പോഴും ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ബ്യൂട്ടി പാർലറിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ മുഖമാസകലം അത്തരത്തിൽ മിനുക്കുപണികൾ തീർത്ത ഈ പത്മജ വേണുഗോപാൽ കോൺഗ്രസ്സിലായിരുന്നപ്പോൾ എങ്ങനെയാണ് ചന്ദനക്കുറി അണിയാൻ കഴിയുക? ഇനി ഷാഫി പറഞ്ഞതുപോലെ രമ്യ ഹരിദാസ് മാത്രമല്ല, എത്രയോ നേതാക്കൾ, അത് കോൺഗ്രസ് മാത്രമല്ല കമ്മ്യൂണിസ്റ്റുകാർ പോലും ചന്ദനമണിയുന്നവരുണ്ട് എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ ഇരിക്കുമ്പോൾ ഇത്തരത്തിലൊരു തൊടുന്യായം പറയേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടായിരുന്നോ പത്മജ വേണുഗോപാൽ എന്ന് ചിന്തിച്ചു നോക്കുക. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് പോകാം, കോൺഗ്രസിൽ നിന്ന് BJPയിലേക്കോ കമ്മ്യൂണിസ്റ്റിലേക്കോ എങ്ങോട്ട് വേണോ പോകാം, ഏത് പാർട്ടിയിലേക്ക് വേണോ പോകാം. പക്ഷേ ഇത്തരത്തിലുള്ള തൊടുന്യായങ്ങളൊന്നും പറയണ്ട, പ്രവർത്തിക്കുക. അവിടെ ചെന്നും ഇവിടെ പ്രവർത്തിക്കാൻ കഴിയാത്തത് കൊണ്ടാണോ പരാജയപ്പെട്ടത് എന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടെ പോയും ഇരിക്കാമെന്ന് കരുതരുത്, പ്രവർത്തിക്കുക. BJPയിലാണെങ്കിലും ശരി, നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് സ്ഥാനമാനങ്ങൾ ആയിരിക്കാം, പക്ഷെ അത് കിട്ടുമ്പോൾ ആ സുഖശീതളമയിൽ വിരാജിച്ചു പോകരുത്, മലർന്നിരുന്ന് പോകരുത്. നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുക തന്നെ വേണം. ഇല്ലെങ്കിൽ ഒരു കാലം കൊണ്ട്, ഒരു പൂ കൃഷി കൊണ്ട് തീർന്നു പോകും നിങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ തരത്തിലുള്ള സ്ഥാനമാനങ്ങളും. അതുകൊണ്ട് കോൺഗ്രസ്സിലാണെങ്കിലും BJPയിലാണെങ്കിലും ഇനി അല്ല മറ്റേതെങ്കിലും ഒരു പാർട്ടിയിലാണെങ്കിലും പ്രവർത്തിക്കുക. അതുമാത്രമാണ് നിങ്ങൾക്കുള്ള വഴി.